എൻ്റെ പേര് കുഞ്ഞുമോള, വീട്ടിൽ വിളിക്കുന്നത്. ഒഫീഷ്യൽ നെയിം മേരീസ് കറിയ. പിന്നെ നാട് പുതുപ്പള്ളി. പുതുപ്പള്ളി എന്ന് പറഞ്ഞാൽ എരമല്ലൂര്. അവിടെ എൻ്റെ അപ്പനുണ്ട്, അമ്മയുണ്ട്. എനിക്ക് 9 ബ്രദേഴ്സും സിസ്റ്റേഴ്സും എല്ലാം കൂടെ സിബ്ലിംഗ് ഉണ്ട്, 9 പേര്. മൂത്തവരെ എല്ലാവരെയും കെട്ടിച്ചൊക്കെയായിരുന്നു. പിന്നെ ബാക്കി ഉള്ളവരൊക്കെ ഒരാങ്ങളെ ജബൽപൂർ ജോലിക്ക് പോയി, മറ്റവരൊക്കെ നാട്ടിൽ പഠിക്കുകയായിരുന്നു എല്ലാവരും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കോളേജിൽ പോയി 1 വർഷം. BCM കോളേജിൽ പോയി 1 വർഷം വേളു. പിന്നെ തോറ്റുപോയി, എന്നെ പഠിക്കാൻ പറ്റിയല്ലോ. അന്ന് പ്രീ ഡിഗ്രി അല്ലായിരുന്നല്ലോ, 1 വർഷം. ആ 1 വർഷം പഠിച്ചും പിന്നത്തേന് തോറ്റുപോയപ്പോ ഞാൻ പറഞ്ഞു ഇനി ഞാൻ പോണില്ലെന്ന് പറഞ്ഞു. നീ നഴ്സിങ്ങിന് പോയി. ആ ഗ്രൂപ്പും കുന്തമൊന്നുമില്ല. അവിടെ 1 വർഷം പഠിച്ചു. കോളേജിൽ പോകുന്നതിന് എല്ലാവരും പോയ പോലെ ഞാനും ഒന്ന് കോളേജിൽ പോയി. എന്നുവെച്ചാൽ പിന്നെ അവിടുന്ന് വീട്ടിൽ വന്നു ഞാൻ പറഞ്ഞു ഇനി ഞാൻ പോണില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവിടുന്ന് ഞാൻ പറഞ്ഞു മൂത്ത ചേർത്തിമാരെ എല്ലാം കെട്ടിച്ചു. അവർക്കെല്ലാം പിള്ളേരും എല്ലാം ഉണ്ട് എല്ലാരും. പിന്നെ എന്റെ ഇളയത്തങ്ങളൊക്കെ ആയിരുന്നു. കോളേജ് നിർത്തി വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ പോണില്ലെന്നോ, ഞാൻ ഇനി നഴ്സിങ്ങിന് പോവാന്ന് പറഞ്ഞു. അങ്ങനെ നഴ്സിങ്ങിന് പഠിക്കണ്ടല്ലോ എന്നോ. നഴ്സിങ്ങിന് അന്ന് എന്റെ വിചാരം പഠിക്കണ്ട, ഈ ഹോസ്പിറ്റലൊക്കെ ചെന്ന് ആൾക്കാരെയൊക്കെ കുളിപ്പിക്കുകയോ മരുന്ന് കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ മതി. നഴ്സിങ്ങിന് ഇങ്ങനെ പഠിക്കണമെന്നും പരീക്ഷ ഉണ്ടെന്നും ഇതൊന്നും എനിക്ക് അറിയത്തില്ല, യാതൊന്നും അറിയത്തില്ല. ഞാൻ വിചാരിച്ചു നഴ്സിങ്ങിനെ പറ്റി ഒന്നും അറിയത്തില്ല. അപ്പൊ എന്റെ വിചാരം ചുമ്മാ അവിടെ ചെന്നവരെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് ഒക്കെ മരുന്നൊക്കെ കൊടുത്ത് ഇട്ടാൽ മതി, വേറെ ഒന്നും നോക്കാനൊന്നുമില്ല. അവിടെ പഠിക്കാനും ഇല്ലെന്ന വിചാരം, ഞാന് പിന്നെ 65 ഇവിടെ പോയി, ജബൽപൂർ നഴ്സിങ്ങിന് പോയി. അവിടെ പോയി നഴ്സിംഗ് പാസ്സായി. ജബൽപൂർ മെഡിക്കൽ 65 തൊട്ട് 68 വരെ 3.5 വർഷം. 68 3.5 വർഷം അവിടെ പഠിച്ചു കഴിഞ്ഞിട്ട് അവിടുന്ന് പാസ്സൊക്കെ ആയി, നഴ്സിംഗ് ആയി. പരീക്ഷ ഞങ്ങൾക്കൊക്കെ ഇംഗ്ലീഷിലായിരുന്നു. ഞങ്ങൾക്ക് ക്ലാസ്സുകളെല്ലാം ഇംഗ്ലീഷിലായിരുന്നു. ജബൽപൂര് പഠിച്ചു, പരീക്ഷയെല്ലാം പാസ്സായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കും ഉണ്ടായിരുന്നു പോസ്റ്റിങ് വരുമ്പം വില്ലേജിലേക്കൊക്കെ ആയിരുന്നു. അപ്പം പോസ്റ്റിങ് ഒരു വലിയ വില്ലേജിൽ. അപ്പൊ അതിന്റെ എവിടെയാണെന്ന് അറിയാം. ജബൽപൂര് തന്നെയായിരുന്നു, ഇറങ്ങാണ്ടൊരു ഉള്ളിലോട്ടെങ്ങാണ്ടായിരുന്നു. അപ്പൊ എന്റെ ആങ്ങളെ അവിടെ ഉണ്ടായിരുന്നു. പുള്ളി അവിടെ ജോലിയായിരുന്നു, കമ്മേറിയായില്ലേ, ജബൽപൂര് തന്നെ. പുള്ളി അവിടെ ഓർഡൻസ് ഫാക്ടറിയിലായിരുന്നു. അന്നേരം പുള്ളി പറഞ്ഞു നീ ജോലിക്കൊന്നും പോകണ്ട, വീട്ടിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. അതുകൊണ്ട് അവിടെ ബോണ്ട് കൊടുക്കണം. പുള്ളി കൊണ്ട് ബോണ്ട്, ഞങ്ങൾക്ക് 3000 രൂപ ബോണ്ട് ഉണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തു പുള്ളി പറഞ്ഞു വീട്ടിൽ പൊക്കോളാം. സർട്ടിഫിക്കറ്റും എല്ലാം കിട്ടും. ആ ബോണ്ട് കൊടുത്തു കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടും. അതുകൊണ്ട് വീട്ടിൽ വന്നു. പിന്നെ അവിടുന്ന് ഞാൻ നാട്ടില് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു, എറണാകുളത്ത്. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലോ? അല്ല, പ്രൈവറ്റിലായിരുന്നു, ലൂർദ് ഹോസ്പിറ്റൽ. പടുതലയായിട്ട് അവിടെ ലൂർദ് ജോലി ചെയ്തത്. അന്ന് അത് ഞങ്ങൾ എന്ന് വെച്ചാൽ 1 വർഷം കഴിഞ്ഞ മറ്റത് 1 വർഷം ആയുള്ളായിരുന്നു. അത് ഇറ്റാലിയൻകാരുടെ ആയിരുന്നു, ഇറ്റാലിയൻ സിസ്റ്റേഴ്സിന്റെ ആയിരുന്നു അത്. ഞാനെന്നാ ഓർത്തഡോക്സാ. അത് അവിടെ ഓർത്തഡോക്സ് ഒന്നുമില്ല. അവിടെ ഞങ്ങൾ പോകുമ്പം അവിടുത്തെ പള്ളിയിലൊക്കെ അല്ലേ പോകും. ഓർത്തഡോക്സ് പള്ളിയിലൊന്നും അവിടെ അവിടുത്തെ ഹോസ്റ്റലിൽ നിന്നല്ലേ സിസ്റ്റേഴ്സ് കൊണ്ടുവന്നു. പിന്നെ അവിടുന്ന് പിന്നെ ഇത് കഴിഞ്ഞു 65, 68 ആയപ്പം ബോണ്ടും കൊടുത്തു വീട്ടിൽ പൊക്കോളാം. വീട്ടിൽ വന്നു. ലൂർദിലേ കഴിഞ്ഞില്ല, ലൂർദ് ജോലി ചെയ്തോണ്ട് ലൂർദിൽ കയറി. അത് കഴിഞ്ഞ് പിന്നെ അവിടെ 71 കല്യാണം. കല്യാണാലോചന ഒന്നും എന്റെ അമ്മയുടെ അനിയത്തിയ. കല്യാണം ആലോചിച്ച് പെണ്ണെ കാണാതെയാ പെണ്ണിനെ കെട്ടിയത്. അല്ല, പെണ്ണിനെ കെട്ടിയത് പെണ്ണിനെ കണ്ടേച്ചാ കെട്ടിയ. പെണ്ണ് ചെറുക്കനെ കണ്ടില്ല. ഇനി അവിടെ മുതൽ ഞാൻ പറയാം. അങ്ങനെ വീട്ടുകാരൊരു 3-4 കല്യാണങ്ങൾ ഇങ്ങനെ ആലോചിച്ച പെണ്ണുങ്ങളൊക്കെ ആലോചിച്ച അതിൽ ഒന്ന് ഇത്. ബാക്കിയുള്ള ബാക്കി ഉള്ള
കല്യാണങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കാണാൻ പോയില്ല ആരെയും പെണ്ണുങ്ങളെ. എല്ലാവരുടെയും കാണാൻ പോവും. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് കേട്ടപ്പോൾ അതിലൊന്നിനെയും എനിക്ക് പിടിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിടത്ത് നിന്ന് ഒരാൾ ലക്ഷക്കണക്കിന് സ്ത്രീധനം തരും, വിദ്യാഭ്യാസമാണ്, MSc ഏതാണ്ടെല്ലാം ഉണ്ട്, ഒരുപാട് സർട്ടിഫിക്കറ്റും ഒക്കെ ഉണ്ട്. ഹിന്ദി വിദ്വാന്, MSc, പിന്നെ ടൈപ്പ്, ഷോർട്ട് ഹാൻഡ്, തയ്യല്, വേറൊരാള് സാറ്, സ്കൂളിൽ പഠിപ്പിക്കുന്നതാണ്. പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം എൻ്റെ ക്വസ്റ്റ്യൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ റിട്ടയേർഡ് ആർമിക്കാരൻ, റിട്ടയർഡ് അല്ല, അവിടുന്ന് എക്സ് സർവീസ് മാന്, 10ാം ക്ലാസ്സും ഗുസ്തിയേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ കല്യാണം കഴിക്കാൻ ഒരു MSc കാര്യത്തിൽ സമ്മതിക്കാൻ കാര്യമുണ്ട്? ഇതാ എൻ്റെ ക്വസ്റ്റ്യൻ. അത് അങ്ങനെ ആ വഴിക്ക് പോയി. അവരുടെ വീട്ടിൽ എൻ്റെ ഫാദർ നോക്കുന്നതെന്നു വെച്ചാൽ, ഫാദർ കൃഷിക്കാരനായതുകൊണ്ട് പുള്ളി നോക്കുന്ന അവരുടെ വീട്ടിൽ കൃഷിയുണ്ടോ, അവിടെ കാച്ചിലുണ്ടോ, ചേനയുണ്ടോ, കപ്പയുണ്ടോ, അങ്ങനെയാ നോക്കുന്നത്. വേറൊരെണ്ണത്തിനെ ആലോചിച്ച് വന്ന ഒരു സ്കൂൾ ടീച്ചറാണ്. അവളെ പോയി കണ്ട്, നല്ല പെണ്ണാണ്. രാവിലെ പശുവിനെയൊക്കെ തീറ്റയൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് അതിനെ കറന്ന് പാലുമൊക്കെ വീട്ടിൽ കൊണ്ട് കൊടുത്തേച്ച് അങ്ങനെ പോവും. അപ്പോഴത്തെ എൻ്റെ ചോദ്യം, രാവിലെ പെണ്ണ് പശുവിനെയും കറന്ന ഇതും കൊടുത്ത് പൊതിയും കെട്ടി സാരി കൊടുത്ത് പോകുമ്പം ഞാനൊരു കച്ചക്കൂറുകൊണ്ട് കൊടുത്തത് ആ തൊപ്പിപ്പാളയും വെച്ചോണ്ട് നമ്മൾ എല്ലാം അവിടെ പോകും, അതുകൊണ്ട് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്യാണം ഇവിടേത് ആലോചിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഫാദർ ഇവിടെ ഒരു ആങ്ങളെ എൻ്റെ ഫാദറിൻ്റെ ഒരു ഫ്രണ്ടാണ്. അതായത് അവര് ചെറുപ്പം മുതലേ അറിയാം, എനിക്കും അറിയാം ചെറുപ്പം മുതലേ, അവർക്ക് എന്നെ അറിയാം ഈ ഇവിടെ ആങ്ങളൊക്കെ. കാരണം പുള്ളിക്കാരൻ അവിടെ ജൗളിക്കടയായിരുന്നു, അവിടെ നിന്നാണ് ഈ തുണിയൊക്കെ എടുക്കുന്നതും അങ്ങനെ പരിചയപ്പെട്ടതാണ്. അല്ല പാമ്പാടി. എപ്പോഴേ ഞങ്ങള് പാമ്പാടിലല്ലേ, ഞങ്ങള് എന്തൊക്കെയൊക്കെ പോകുന്നു. എപ്പോഴേ അങ്ങനെ വന്നപ്പോൾ അങ്ങനെ ഒരു കല്യാണാലോചന വന്നു. ഫാദറിന് പക്ഷേ അത് ഇഷ്ടമില്ലാഞ്ഞ മറ്റൊന്നുമല്ല, ഇവരുടെ വീട്ടിൽ വാഴക്കുലയില്ല, തേങ്ങായും ഇല്ല, ഒരു കുന്തവും ഇല്ല, അതുകൊണ്ട് വേണ്ട. അപ്പം അങ്ങനെ ഇരുന്നു. കുമ്പംപടം. എന്നിട്ട് അപ്പം ഞാൻ പെണ്ണെ കാണാൻ, അപ്പം ഇത് ഞാൻ പറഞ്ഞു, ഇത് എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞു. അവസാനം ഫാദറിന് ഇഷ്ടമില്ല എന്നുള്ളത് അറിയാം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഏതായാലും പെണ്ണിനെ കാണണമല്ലോ, അതിന് പോയി. ഇവിടെ അമ്മയുടെ അനിയത്തി എറണാകുളത്തുണ്ട്, പുള്ളിക്കാരത്തി. അപ്പം ഇപ്പൊ അവിടെയല്ലേ ഇങ്ങനെ. ഈ പുള്ളിക്കാരത്തിയോട് പറഞ്ഞില്ല ഇങ്ങനെ ഒരു ചെറുക്കൻ കാണാൻ വരുന്നുണ്ട്, അത് പറഞ്ഞില്ല. പിന്നെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലോട്ട് എല്ലാം പറഞ്ഞു. ഞാൻ പോയി അവിടെ ചെന്ന് ട്രെയിനുണ്ട്. 71 കല്യാണം നടക്കുന്നത്. അപ്പൊ ഞാൻ പോയി. ഇവിടെ ഇളയ ആങ്ങളെയും കൂട്ടിക്കൊണ്ടാ പോകുന്നത്. ഞങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നെ വഴി തെറ്റിപ്പോയി. കാരണം ഇളയ ആങ്ങളയ്ക്ക് വഴി ശരിക്കും അറിയാൻ മേല. കാരണം ഈ കടത്തൊക്കെ കയറി വേണം പോവാൻ. എനിവേ അവരെന്നേരം വെല്ലിംഗ്ടൺ ഐലൻഡിലായിരുന്നു താമസിക്കുന്നത്. അപ്പോഴ് അവിടെ ഞങ്ങളെ കണ്ടുപിടിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 2 കൊച്ചു പിള്ളേർ അവിടെ ഇരുന്ന് വട്ട് കളിക്കുന്നുണ്ട്. ഒരു നെല്ലിയുടെ ചുവട്ടിലിരുന്ന് വട്ട് കളിക്കുന്നു. കഴിഞ്ഞ് അല്ല, അത് ഞങ്ങൾ ഇവരുടെ വീട്ടിലാ പോയത്, ഇവരുടെ വീട്ടിലോട്ടാ പോയത്. അപ്പൊ എന്റെ വിചാരം പെണ്ണ് വീട്ടിലായിരിക്കും എന്നുള്ളതാണ് എന്റെ മനസ്സിൽ. പെണ്ണ് എവിടെയാന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ അവിടെ എല്ലാ ഞാൻ ചെല്ലുന്ന വിവരം ഇവളോടും പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നു.
കൊച്ചമ്മയുണ്ട്. പാപ്പനില്ല, പാപ്പൻ ബിസിനസ്സുകാരനാണ്, പുള്ളിയുടെ കടയില്ല. അങ്ങനെ ഞാൻ പട്ടവും നീളവും നോക്കി, വേറെ ആണുങ്ങളാരും ഇല്ല പറയാൻ, അവിടെ വർത്തമാനം പറയാൻ ആരുമില്ല, കൊച്ചമ്മയേ ഉള്ളൂ. കൊച്ചമ്മ വന്നു, ഞങ്ങൾ തമ്മിൽ വർത്തമാനമൊക്കെ പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് തിരിഞ്ഞും മറിഞ്ഞും അടുക്കളയിൽ കൂടെയും നോക്കുന്നുണ്ട്, പെരിയമ്പുറത്തൂടെയും നോക്കുന്നുണ്ട്. കാണുന്നില്ല. ഇപ്പം വരുമെന്നും കൊണ്ടിരുന്ന് ഉച്ചയായപ്പം പറഞ്ഞു നമുക്ക് ചോറുണ്ണാന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ഓർത്ത് ഇനിയും ചോറും കൊണ്ട് പെണ്ണ് വരുമായിരിക്കും എന്നും കൊണ്ട് അതിലൂടെ നോക്കിയിരുന്നു. അതും കണ്ടില്ല. അതിലൊക്കെ വലിയ രസമുണ്ടായത് ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഇരിക്കാൻ തന്ന കസേരയാണ്. ഒരു കാലം ഒടിഞ്ഞതായിരുന്നു, 3 കാലം. അപ്പം ഞാൻ ഒരുതരം ബാലൻസ് ഒക്കെ പിടിച്ച് അവിടെ ഇരുന്നു. ഏതായാലും എനിക്ക് ഈ കല്യാണത്തിൻ്റെ രീതി ഒന്നും അറിയാൻ മേലല്ലോ. സാധാരണ ചെന്ന് കഴിഞ്ഞ് പെണ്ണിനെ ഒന്നും കാണിക്കാതെ ചോറുണ്ണാൻ പറഞ്ഞാൽ ആരും ഒന്നുമില്ല. നമ്മൾ കയറി ആടിയ ഊണുമൊക്കെ കഴിഞ്ഞ് പെണ്ണിനെ പിന്നെയും കാണുന്നില്ല. ഊണെല്ലാം കഴിഞ്ഞപ്പോഴാണ് കൊച്ചമ്മ പറഞ്ഞ അവൾ വീട്ടിൽ ഇല്ല, അവൾ ഹോസ്പിറ്റലിൽ, നമുക്ക് അവിടെ പോയി കാണുന്നെന്ന്. ചോദിച്ചില്ല, ഇതുവരെ കമ്മ്യൂണിക്കേഷൻ നടന്നില്ലായിരുന്നു. എന്തോ പ്രശ്നം പറ്റിയത് ഇത്രയും താമസിച്ചത്? എന്നത് ഈ ആളിവിടെ ഇല്ലാന്ന് പറയാൻ കാര്യം ഒന്നുമില്ല. ഞങ്ങളവിടെ ചെന്ന് ഞങ്ങൾ വർത്താനം പറയുന്നു. പെണ്ണെന്തിയെന്ന് ഞാൻ ചോദിക്കുന്നുണ്ടോ? ഞാൻ എങ്ങനെയാ ചോദിക്കുന്നത് പെണ്ണെന്തിയെന്ന്? എനിക്ക് പെണ്ണിനെ കാണണമെന്ന് പറയാ. ഉച്ചയായി ഊണും കഴിഞ്ഞു. ഊണ് കഴിഞ്ഞാൽ പറഞ്ഞ അവള് വീട്ടിലില്ല, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് അവിടുത്തെ റിസപ്ഷനിൽ പോയി അവിടെ ഇരുന്നു. ഇവളെ കാണണമെന്ന് പറഞ്ഞ് ഇവള് കിടന്ന് ഉറങ്ങായിരുന്നു. ഉച്ചയ്ക്ക് ജോലിയും കഴിഞ്ഞ് ഇവർക്ക് ലഞ്ച് ടൈമിൽ സമയമുണ്ട് കുറച്ച് നേരം കിടക്കാൻ. ആ സമയം കിടന്ന് ഉറങ്ങായിരുന്നു. ഇവളെ ചെന്ന് വിളിച്ച് കൊച്ചമ്മയെ കണ്ട ഉടനെ ഒരു സാരി എടുത്തേക്ക് അവളെലോട്ട് ഇട്ടുകൊണ്ട് വന്നു. ഞാനിവിടെ ഇരിക്കുന്നു, ഇവിടെ വന്ന് നിന്നുകൊണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞു. എന്നിട്ടും ആരും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ എന്തോ ആ സംഗതി. ആങ്ങളെന്ന് പറഞ്ഞാൽ ചെറിയ ആങ്ങളെ, അവൻ കുഞ്ഞുകാറ്റ ഇട്ടുകൊണ്ട് നടക്കുന്നു. അവനൊന്ന് കോളേജിൽ പോയില്ല എന്ന് തോന്നുന്നു. എവിടെയെങ്കിലും ആട്ട് പോട്ടെ. ഏതായാലും അവിടെ നിന്ന് കൊച്ചമ്മ ഇവിടെ ഇരുന്നു, അപ്പം ആങ്ങളെ ഇവിടെ ഇരുന്നു, ഞാനിവിടെ ഇരുന്നു, ഇവളിവിടെ നിന്നു. ഏതായാലും വന്നപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, എൻ്റെ അടുക്കല നിന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു. എന്നുവെച്ചാൽ കൊച്ചമ്മ പറഞ്ഞു എന്നാ ഇനി നിങ്ങൾ വർത്തമാനം പറയുന്നു പറഞ്ഞ് കൊച്ചമ്മ അനിയെയും വിളിച്ചോണ്ടങ്ങ് പോയി. എന്നിട്ട് ഇവിടെ തലവണ്ടേ ക്ലിക്ക് ചെയ്തില്ല. എന്നിട്ട് ദേഷ്യത്തിലൊന്നും അല്ല നോക്കി അവള് പേഷ്യന്റ് നമ്മളെ കാണിക്കാൻ കൊണ്ടുവന്നാണ്. ഏതായാലും അങ്ങനെ ഞങ്ങൾ അരമണിക്കൂർ നേരം വർത്തമാനം പറഞ്ഞു. വർത്തമാനം പറഞ്ഞു. പുള്ളിയുടെ വഴിക്ക് പോയി. ഞാൻ ഇറങ്ങി പുറത്ത്. ഇല്ല, ഹിന്ദി ഒന്നും പറഞ്ഞില്ല. ഹിന്ദി പറഞ്ഞില്ല, ഒന്നും അനാവശ്യങ്ങളൊന്നും ഞങ്ങൾ പറഞ്ഞില്ല. എന്നുവെച്ചാൽ പുറത്ത് വന്നു. കൊച്ചമ്മ എന്നോട് ചോദിച്ചു എന്നാ പറയുന്നു കണ്ടിട്ട്. ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നാൽ നമുക്ക് ഓരോ ഐസ്ക്രീം മേടിച്ച് തിന്നാന്ന് പറഞ്ഞ് കല്യാണം കണ്ട് പെണ്ണിനെ ഇഷ്ടപ്പെട്ടതിനെ കിട്ടിയത് ഒരു ഐസ്ക്രീം. എന്നിട്ട് ഐസ്ക്രീം മേടിച്ച് തിന്നു. കൊച്ചമ്മയുടെ വഴിക്കും പോയി, ഞാൻ എൻ്റെ വഴിക്കും പോന്നു. ഇത് ഞങ്ങൾ കാണുന്ന ആ ആഴ്ചയിൽ ഞായറാഴ്ച കല്യാണം. എവിടുന്ന് ഇവളോട് പറഞ്ഞു നീ വീട്ടിലോട്ട് പോകാന്ന് പറഞ്ഞു. ഇവള് വീട്ടിലോട്ട് വന്നു. അവിടെ വന്ന് തുണി എടുക്കാൻ പോയി. അവിടെ വെച്ച് ഞാൻ പറഞ്ഞു തുണി എടുക്കാൻ പോകുമ്പോൾ ഞാനും വരുന്നുണ്ട്, ഒന്നുകൂടെ കാണണം ഇവളെ എങ്ങനെയുണ്ടെന്ന്. ഇവളവിടെ വന്നപ്പോൾ ആകെപ്പാടെ പേടിച്ചു പോയി. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുണി എടുക്കാൻ വന്നു കഴിഞ്ഞപ്പോഴേ കുറേ പെണ്ണുങ്ങൾ അവിടെ വന്നു. ഞാൻ എൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാ. ഇവള് ഇവരെ വല്ലവരും കണ്ടിട്ടുണ്ടോ? എടാ ഇത്രയും എന്നും പറഞ്ഞ് അങ്ങനെ പോയി കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ സൺഡേ എനിക്ക് തിരിച്ചു പോകണം. ഞാൻ പറഞ്ഞു കല്യാണം നടന്നാലും നടന്നില്ലെങ്കിലും ഞാൻ ഇന്ന ദിവസം തിരിച്ചു പോകും. പോയാൽ പിന്നെ കല്യാണം ഒന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരുന്ന പ്രശ്നമേ ഇല്ല. അതുകൊണ്ട് ഇത് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചാൻ ഇവിടെ ഇരുന്ന് വീട്ടിലിരുന്ന് ഷേവ് ചെയ്യുന്നു,
ഉടനെ തന്നെ വേറൊരാളെ പറഞ്ഞു വിടുന്നു. അപ്പൻ്റെ വേറൊരു കസിനുണ്ട്, അവിടെ പറഞ്ഞു എളുപ്പം ഒരുങ്ങിക്കോളാൻ പറ. എല്ലാവരെയും ഇങ്ങനെ ആള് വിട്ട് പറഞ്ഞ് എല്ലാവരും കൂടെ പോയി കണ്ടു. വീട്ടുകാർ നേരത്തെ അറിയും. എൻ്റെ അപ്പനും ഇവരുടെ അപ്പനും എൻ്റെ അപ്പനും ഇവരുടെ അപ്പനും ഒക്കെ നേരത്തെ അറിയും. പിന്നെ എന്നെ മാത്രമേ ആരും കാണാതെയുള്ളൂ, ഇവളെ ആരും കണ്ടിട്ടില്ല. ഏതായാലും പോയി ചടുവ പുടുവെന്ന് പറഞ്ഞ് കല്യാണം നടത്തി. ഒരു ഞായറാഴ്ച ദിവസം ചെമ്പനച്ചനാണ് കെട്ടിയത്. 2 മണി. കാപ്പി കല്യാണമായിരുന്നു. കാരണം അതിനൊക്കെ നേരം ഉണ്ടായിരുന്നു, നേരം അതിനേ ഉള്ളൂ. അങ്ങനെ കല്യാണം കഴിഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവരുടെ വീട്ടിൽ പോയി. നല്ല രസമായിരുന്നു. കാരണം പുതുപ്പള്ളി പാടം വഴിയാണ്, തുണിയൊക്കെ പൊക്കി പിടിച്ച് ഇങ്ങനെ. എറണാകുളത്തല്ല, പുതുപ്പള്ളി പുതുപ്പള്ളിയിലായിരുന്നു കല്യാണം. ഇവരുടെ വീട്ടിൽ കയറുന്ന തരയേറ്റം വെള്ളമായിരുന്നു. അവിടുന്ന് പൊക്കിയെടുത്ത് കൊണ്ടുപോയി അവിടെ ചെന്ന് പിന്നെ കാലും ഒക്കെ കുളിപ്പിച്ച് അകത്ത് കയറ്റി അന്ന് വൈകിട്ട് അവിടെ കിടന്നു. പിറ്റേ ദിവസം ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പോയി. അതിൻ്റെ പിറ്റേ ദിവസം ഇവിടെ വീട്ടിലോട്ട് പോയി. അവിടെ കൊണ്ടുപോയി ആക്കി വെച്ച് ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം നേരെ ഇതിന് പോയി. എറണാകുളത്തിന് പോയി ജോലിക്ക്. ലൂർദിൽ ഞാന് കല്യാണം കഴിഞ്ഞ പിന്നെ ഒരു മാസം ചെയ്തോളൂ. കാരണം റിസൈൻ ചെയ്യുന്ന 1 മാസം വേണമല്ലോ. ഡൽഹിക്ക് പോയി. ഞാനും എൻ്റെ കൊച്ചാങ്ങളെ, എൻ്റെ ഇളയ ഞങ്ങളെ ഉണ്ടാക്കി. എവിടുന്ന്? അവിടെ റൂമുണ്ടോ? ഞങ്ങൾ 3-4 പേര് ഒരു മുറിയിലാണ്. ആ കൂട്ടത്തില് അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും വന്നപ്പോ നല്ല വരവായിരുന്നു വന്നേ. കാരണം കുറെ കപ്പ, ചേമ്പ്, തേങ്ങാക്കൊല ഇങ്ങനെ വേണ്ട വരികയല്ലേ. ഭർത്താവിന്റെ വീട്ടിലോട്ട് വിടുകയാണ്. വീട്ടിൽ വന്നു. ഞങ്ങള് താമസം തുടങ്ങി. കുന്തം അറിയാം, ഇപ്പോഴും അറിയാൻ മേല. ഹിന്ദി അറിയാം. ഹിന്ദി ഇപ്പോഴും അറിയത്തില്ല. ഇപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞെങ്കിൽ കേൾക്കും, അത്രേ ഉള്ളൂ. ഞാനും ജബൽപൂരായിരുന്നു. ഞാനാന്ന് പറയായിരുന്നു, ഇവളവിടെ ട്രെയിനിങ് ചെയ്യുമ്പോ ഞാനും ഇവിടെ ട്രെയിനിങ് ചെയ്യാ ജബൽപൂര്. ഞാൻ പറയായിരുന്നു അന്ന് വല്ലതും അറിയുമായിരുന്നെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് പോയി കാണാൻ. കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇമിഗ്രേഷൻ കിട്ടുന്നല്ലേ, അങ്ങനെ ഫയൽ ചെയ്തു. ഞാനാ പറഞ്ഞത്. ഞാനല്ലേ ഡൽഹിയിലുണ്ടായിരുന്നത്. ഞാൻ 2 വർഷം കഴിഞ്ഞ പിന്നെ. പക്ഷേ പേപ്പർ ഫോർവേഡ് ചെയ്ത് 1 മാസം കൊണ്ട് അപ്രൂവൽ കിട്ടി. ആപ്ലിക്കേഷൻ കൊടുത്തു, ഇമിഗ്രേഷൻ ആപ്ലിക്കേഷൻ കൊടുത്തു. 1 മാസം കൊണ്ട് അപ്രൂവൽ കിട്ടി. ഞങ്ങൾ അന്നേരം തന്നെ പോരാൻ, അതായത് സെപ്റ്റംബറിലാണ് കൊടുത്തത്. സെപ്റ്റംബർ പിന്നെ എംബസിയിൽ ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായി. അന്ന് അതും അവിടെ ഒരു ദൈവാനുഗ്രഹം ഉണ്ടായി ഞങ്ങൾക്ക്. ഇവള് തന്നെ വരുമായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ അമേരിക്ക വരികയില്ലായിരുന്നു. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവള് പറയാം, ഇന്റർവ്യൂവിന് പോയി അവിടെ ചെന്ന അന്ന് ഇന്റർവ്യൂവിന് ഹസ്ബൻഡും വൈഫും കൂടെ അപ്ലൈ ചെയ്ത് അവിടെ ചെന്ന് കഴിയുമ്പോൾ സായിപ്പ് ചോദിക്കും, നിങ്ങൾ പോയാൽ അവിടെ 2 പേരും കൂടെ പോയാൽ എങ്ങനെയാ, ഒരാൾക്കല്ലേ ഉള്ളൂ ജോലി ചെയ്യാനുള്ള ഇതുള്ളൂ എന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് ആദ്യം ഒരാൾ പോട്ടെ, അത് കഴിഞ്ഞിട്ട് അവിടെ ജോലി ആയി കഴിഞ്ഞ് മറ്റേയാളെ സ്പോൺസർ ചെയ്താൽ മതി ഇങ്ങനെ പറയും. പക്ഷേ ഞങ്ങൾ പോയപ്പോഴും എല്ലാവരും അനുഗ്രഹിച്ചാവിട്ടെ, നിങ്ങൾക്ക് 2 പേർക്കും കിട്ടിയാലോ, ഒരാൾക്കേ കിട്ടുള്ളൂ എന്നുള്ള അനുഗ്രഹം വാങ്ങിക്കൊണ്ട് പോയി. ഞങ്ങൾ പറഞ്ഞു ഏതായാലും പോയി. അവിടെ ചെന്നു. ഞങ്ങളോട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു, ഇവളോട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. അത് കഴിഞ്ഞ് എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. കഴിഞ്ഞ് ചോദിച്ചു അവിടെ ചെന്നാൽ എങ്ങനെയാണ് അവിടുത്തെ താമസം, എവിടെയാണ് താമസിക്കുക. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് എവിടെയുണ്ട് അവിടെ അവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു വീടൊക്കെ എടുത്തിട്ടിട്ടുണ്ട്, സുഖമായിട്ട് താമസിക്കാം എന്നൊക്കെ പറഞ്ഞു. ഏതായാലും വേണ്ടില്ല, സായിപ്പ് എഴുന്നേറ്റ് നിന്ന് ഞങ്ങളെ 2 പേരെയും കൂടെ, ഞാനാണെങ്കിൽ കല്ലിന് വെടിവെക്കുന്നത് നുണയാ പറഞ്ഞത്. പുള്ളി എഴുന്നേറ്റ് നിന്ന് ഞങ്ങളെ 2 പേരെയും ഒന്ന് നോക്കിയിട്ട് ഓക്കെ എന്ന് പറഞ്ഞ് സൈൻ ചെയ്തു.
ഞങ്ങൾക്ക് രണ്ടുപേർക്കും അപ്രൂവൽ കിട്ടി. അതിന് മുമ്പ് പോയവർക്കും അത് കഴിഞ്ഞ് പോയവർക്കും കിട്ടിയില്ല. അതാണ് വേറൊരു ദൈവാനുഗ്രഹം പറഞ്ഞത്. അല്ലെ തന്നെ അച്ഛൻ 4 പേരെ മാറ്റി കണ്ട് അമ്മമ്മയെ തെരഞ്ഞു. അന്ന് നേഴ്സിനെ കെട്ടണമെന്നോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ. ഉണ്ടായിരുന്നു ആർക്കും എനിക്കോ കല്യാണം ആലോചന ഉണ്ടായിരുന്നു. കാരണം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, എനിക്ക് പോരണമെന്നില്ലായിരുന്നു. പക്ഷെങ്കിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ നമ്മളെ പലരെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട് അമേരിക്കയ്ക്ക്. അപ്പൊ വന്നതിൽ ഒരാൾ എന്നോട് പറഞ്ഞു, നീ കല്യാണം കഴിക്കുമ്പോൾ ഒരു നേഴ്സിനെ വേണം കല്യാണം കഴിക്കാൻ, ഞാൻ നിന്നെ സ്പോൺസർ ചെയ്ത. കൊള്ളേക്കലോടക്കം പോയി നേഴ്സിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ പുള്ളി പുറകോട്ട് മാറി. കാര്യങ്ങൾ അറിയാമായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെയാണ് അമേരിക്കയ്ക്ക് വന്നത്. പിന്നെ പോരാനായിട്ട് വളരെയധികം കഷ്ടപ്പാടുകൾ ഉണ്ടായി. ഒന്നാമത് പാസ്പോർട്ടില്ല, ഒന്നുമില്ല. പാസ്പോർട്ടിന് അന്നത്തെ കാലത്ത് ഒരു അണ്ടർ സെക്രട്ടറി സൈൻ ചെയ്ത ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് പാസ്പോർട്ട് കിട്ടും. എനിക്ക് അറിയാവുന്ന ഇഷ്ടം പോലെ അണ്ടർ സെക്രട്ടറിമാരുണ്ട് ഡൽഹിയിലുണ്ട്. ആരും ചെയ്യില്ല എന്ന് ചോദിക്കാം. അല്ല, MBA ഒന്നും അറിയത്തില്ല. ഞാൻ പരിതോതില്ല അവിടെ പോയി MBA എങ്ങനെ അറിയുന്നത്? MBA അല്ല. എനിക്ക് എന്നിട്ട് ഇതൊക്കെ ഞാൻ പാസ്പോർട്ടിന് വേണ്ടിയിട്ട് പല ഈ അണ്ടർ സെക്രട്ടറിമാരെ കണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അവരുടെ അടുക്ക നല്ല ഹാൻഡ് ഉള്ളതാണ്. കാരണം അവരൊക്കെ എൻ്റെ അടുക്ക വന്ന് ഈ ഓഫീസിൽ ഓരോ കാര്യങ്ങൾ സാധിക്കാൻ വരുന്നത് അവർ വരും. അങ്ങനെ പരിചയമുള്ളതാണ്. അവരോട് പറഞ്ഞ എല്ലാവരും അയ്യോ എനിക്ക് ഈ വർഷം 4 പേർക്കേ ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് ഈ വർഷം 2 പേർക്കേ ചെയ്യാൻ പറ്റുള്ളൂ, അത് കാരണം ഇനി അടുത്ത വർഷം ആട്ടെ ചെയ്തു തരാം എന്ന് പറയും. ചെയ്യലൊന്നും പറയില്ല. അങ്ങനെ പല അണ്ടർ സെക്രട്ടറിമാരുടെ അടുക്ക പോയി നമ്മൾ പിന്മാറി, രക്ഷയൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡൽഹിയിലെ ഞങ്ങൾ ചില ഞായറാഴ്ചകളിൽ അവിടെ ഒരു പള്ളിയിൽ പോകും. അപ്പോൾ അവിടെ ഒരു പള്ളിയിൽ പോകുമ്പം അവിടെ ഒരു മനുഷ്യനെ ഞങ്ങൾക്ക് പരിചയമുണ്ട്, ഫാമിലിയാണ്. പുള്ളി അവിടുത്തെ ഡൽഹിയിലെ നല്ല പിടിപാടുള്ള ഒരു പുള്ളിയാണ്. പുള്ളിയുടെ വൈഫ് അവിടുത്തെ കോളേജിലെ ലെക്ചറാണ്. ഞങ്ങൾ പള്ളിയിൽ ചെന്നു, 2 വർദ്ധനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളോട് പറഞ്ഞു, എടാ വീട്ടിൽ കൂടെ പോകാം, കപ്പ കഴിച്ചോ മീനും ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ എന്നും പറഞ്ഞ് ഞങ്ങൾ അവരുടെ കൂടെ പോന്നു. അവരുടെ വീട്ടിൽ വന്ന് കപ്പയും തിന്ന് കഞ്ഞിയും കുടിച്ചു, എല്ലാം ഇരുന്ന് കാപ്പിയും കുടിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വർത്താനം പറഞ്ഞു വന്ന കൂട്ടത്തിൽ പാസ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പം പറഞ്ഞു, ഇങ്ങനെ ഒരു പാസ്പോർട്ട് വേണം, അണ്ടർ സെക്രട്ടറിമാർ എനിക്ക് പരിചയമുള്ളവർ പലരുണ്ട്, പക്ഷേ ഇവരുത്തരൊന്നും സൈൻ ചെയ്തില്ല എന്ന്. അന്നേരം പുള്ളിക്കാരൻ പറഞ്ഞു, അണ്ടർ സെക്രട്ടറിയേക്കായി കൂടുതൽ പൈസ മേടിക്കുന്നതാണ് ഞാൻ, ശമ്പളം മേടിക്കുന്നുണ്ട്, പക്ഷേ പാസ്പോർട്ടിന് സൈൻ ചെയ്യാനുള്ള പവറില്ല എന്ന് പറഞ്ഞു. അന്നേരം ഭാര്യ അകത്ത് നിന്നുകൊണ്ട് പറഞ്ഞു, ഇവിടെ അടുത്ത് ഒരു അണ്ടർ സെക്രട്ടറി ഉണ്ട്, ഞാൻ പോയി ഒന്ന് ചോദിക്കട്ടെ, ചെന്ന് ചോദിക്കട്ടെ, ചിലപ്പോൾ ചെയ്യുമായിരിക്കും. തമിഴനാണ്. ഓക്കെ. അപ്പോൾ പുള്ളിക്കാരത്തി ചോദിക്കാൻ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനും കൂടെ വരാം, എന്നെയും കൂടെ കണ്ടിട്ട് വേണ്ടേ പറയാൻ എന്ന് പറഞ്ഞു. ഞങ്ങളവിടെ ചെന്ന് ഡോർ ബെല്ലടിച്ചു. ഒരു സ്ത്രീ ഇറങ്ങി വന്നു കഴിഞ്ഞ എണ്ണെ, അത് ഈ അണ്ടർ സെക്രട്ടറിയുടെ ഭാര്യയാണ്. പുള്ളി വന്നു കഴിഞ്ഞുകൊണ്ട് എന്നോട്, സാർ എങ്ങനെയാണ് ഇവിടെ വന്ന്, എന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ അടുക്കല്ല. ഞാൻ അവരെ കണ്ടതായിട്ട് ഓർക്കുന്നില്ല, എന്തോ എങ്ങനെയാണെന്നുള്ള പരിചയം അറിയില്ല. പക്ഷെങ്കിൽ അവർ ഞങ്ങളുടെ ഓഫീസിൽ വന്ന് ഒരു കാര്യം സാധിക്കാൻ രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെ തെണ്ടി തിരിഞ്ഞ് ആ വരാന്ത വഴി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. എൻ്റെ അടുക്കൽ നല്ല കാര്യം സാധിക്കണ്ടേ വേറൊരാളുടെ അടുക്കൽ നിന്ന്. അപ്പം അതിനകത്ത് എനിക്ക് കയറി ഇടപെട്ടിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞ് പുള്ളിക്കാരത്തി ആ പാടെ അവിടെ ആണെങ്കിൽ ഒരു കഷ്ടം പിടിച്ച കാട്ടുപ്രദേശം, കാരണം പ്ലോട്ട് വിൽക്കുന്നേ ഉള്ളൂ. വീടുകളൊക്കെ ആണെന്ന് കഴിഞ്ഞാൽ അവിടെ കടകളൊന്നുമില്ല, ഒന്നും കഴിക്കാനും ഇല്ല. പുള്ളി ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഈ വരാന്ത വഴി ഒരു ഫയലും പിടിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ തോന്നി, വടക്കേ ഇന്ത്യക്കാരല്ല തെക്കേ ഇന്ത്യക്കാരനാണല്ലോ, ചോദിച്ചോളയാ. എന്നോട് വന്ന് പറഞ്ഞ്, ഇന്നൊരു കാര്യമുണ്ട്, ഞാൻ രാവിലെ വന്നതാ, എനിക്ക് ഒന്ന് നോക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ ചെന്ന് നോക്കി. 5 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. പക്ഷേ മറ്റൊരു കൈക്കൂലി കിട്ടാഞ്ഞിട്ട് നടക്കുക. ഞാനത് പുള്ളിക്കാരത്തേക്ക് ചെയ്തു കൊടുത്തു.
അതിന്റെ സ്നേഹം. അതിൻ്റെ ആ സ്നേഹം പുള്ളി മറന്നില്ല. പുള്ളിക്കാരത്തി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ആപ്ലിക്കേഷൻ ഇങ്ങനെ തന്നൊക്കെ ഞാൻ പുള്ളിക്കാരനും കൂടി ഇല്ല, വരുമ്പോൾ ഞാൻ സൈൻ ചെയ്ത് വെച്ചേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം കൊണ്ട് ആപ്ലിക്കേഷൻ എഴുതി കൊണ്ട് കൊടുത്തേച്ച് പോന്നു. രണ്ടുപേരുടെയും പാസ്പോർട്ടിന് പുള്ളിക്കാരൻ സൈൻ ചെയ്തു. അതും വേറൊരു ദൈവാനുഗ്രഹമാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് വേറൊരു ദൈവാനുഗ്രഹം. അത് ഈ പറഞ്ഞ പോലെ അത് ദൈവാനുഗ്രഹം എന്ന് വിചാരിക്കുന്നവർക്ക് ദൈവാനുഗ്രഹം. അല്ലാതെ എനിക്ക് ഒരാളോട് ചോദിച്ചതാണ് അത് തന്നു. ഞങ്ങള് പാസ്പോർട്ട് ഞാൻ പറഞ്ഞു നമുക്ക് കൊടുക്കാം, ചാണ്ടിഗറില. മറ്റേ അയച്ചു കഴിഞ്ഞാൽ അത് അവിടെ കിട്ടുന്ന എപ്പോഴാണെന്നറിയാതെ ചാണ്ടിഗർ കൊടുക്കാം. ഞാൻ പറഞ്ഞു നല്ലപോലെ ഡ്രസ്സ് ചെയ്തു. ഞാനൊരു പാൻറ്റും സൂട്ടും ഒക്കെ ഇട്ട് ടൈയും ഒക്കെ കെട്ടി പോയി ചാണ്ടിഗറിൽ പോയി. അതെ, അതിൻ്റെ കഥ കേട്ടിട്ടുണ്ട്, രസം കേട്ടിട്ടുണ്ട്. രസം അവിടെയായിരിക്കുന്നത്. പാസ്പോർട്ട് ഓഫീസ് ഇതുപോലെയാണ്. നടക്കല്ലേ കാല് കുത്തണമെങ്കിൽ കാജ് കൊടുക്കണം. അല്ലാതെ ഇരിക്കുകയല്ല. ഞങ്ങളവിടെ ചെന്ന് രണ്ടുപേരും കൂടെ വരാന്ത വഴി ഇങ്ങനെ നോക്കി നടന്ന് ആരാ പാസ്പോർട്ട് ഓഫീസർ. അപ്പം അവിടെ എഴുതി വെച്ചിരിക്കുന്ന പാസ്പോർട്ട് ഓഫീസർ ഒരു നായര്. അപ്പം ഞാൻ അങ്ങോട്ട് ചെന്ന് വാതിക്കലിരിക്കുന്ന ചൗക്കദാരോട്ട് ചോദിച്ചു, നായർ സാബ് ഇതറേന്ന് ചോദിച്ചു. ഹാ എന്ന് പറഞ്ഞ് ഞങ്ങൾ കയറിപ്പോയി. ഇവളോട് പറഞ്ഞ് നീ പോരാൻ പറഞ്ഞു. കാരണം അല്ലെങ്കിൽ ഇവിടെ വന്ന് നമ്മൾ പേരും ഒക്കെ എഴുതി കൊടുത്ത് ഇവൻ അവിടെ ചെന്ന് ചോദിച്ച് അനുവാദം മേടിച്ചോണ്ട് ഇങ്ങോട്ട് വരണം. ഇത് അതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞപ്പോൾ നീ കയറിപ്പോരാൻ പറഞ്ഞു എൻ്റെ കൂടെ. ഞാൻ പോയി. ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞ് നായർ സാബിനോട് ഇത് ശകലം പൊട്ട ഇംഗ്ലീഷിലൊക്കെ വർത്താനം പറഞ്ഞ് അന്നേരം ഹിന്ദി ഒന്നും പറയാൻ പോയില്ല. പുള്ളി എണ്ണ മേടിച്ച് ആപ്ലിക്കേഷനൊക്കെ മേടിച്ച് കുഴപ്പമൊന്നുമില്ല, ഞാൻ കൊടുക്കത്തേക്ക് ഇത് ഒരാഴ്ച കഴിയുമ്പം പാസ്പോർട്ട് കിട്ടുമെന്ന് പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പം പാസ്പോർട്ട് വന്നു. എൻ്റെ പാസ്പോർട്ടും വന്നു. ഇവിടെ അത് വന്നില്ല. അപ്പോൾ ഞാൻ അവിടുന്ന് എന്നെ അടുത്തു ഒരു ലെറ്റർ ഇങ്ങേർക്ക് അയക്കണം, നായർക്ക് അയക്കണം. അപ്പം ഞാൻ എന്നാ ചെയ്തതെന്ന് ചോദിച്ചാൽ DO ലെറ്റർ എന്ന് പറഞ്ഞാൽ അറിയാവോ? DO ലെറ്റർ എന്ന് പറഞ്ഞാൽ ഡമ്മി ഒഫീഷ്യൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ ലെറ്റർ അല്ല, എന്നാൽ ഒഫീഷ്യൽ ലെറ്റർ ആണ്. അതായത് ഒരു ഓഫീസർ വേറൊരു ഓഫീസർക്ക് എഴുതുന്ന ഈ DO ലെറ്റർ പറയുന്നത് ഉണ്ട്. നമ്മൾ എഴുതിയാൽ മതി, പക്ഷേ നമ്മൾ കാര്യം ഒഫീഷ്യലായിട്ട് എഴുതണം. അങ്ങനെ ഒരു ലെറ്റർ ഞാൻ എഴുതി. കാരണം ഈ കുന്തോക്കോട് ചക്രമൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക. അപ്പം ഞാൻ ഓഫീസിലാണ് ജോലി ചെയ്ത. ആർമിയിലും ഓഫീസിലായിരുന്നു, ക്ലർക്കായിരുന്നു. അതുകൊണ്ട് അതെഴുതി നായർക്ക് അയച്ചു. നായർ ഉടനെ തന്നെ മറുപടി അയച്ചു. 1 മാസം കഴിഞ്ഞ് ഇവിടെ കിട്ടത്തുള്ളൂ. കാരണം അത് മിനിസ്ട്രി പോയി അപ്രൂവൽ ആയിട്ട് വരണം. പിന്നെ അണ്ടർ സെക്രട്ടറി സൈൻ ചെയ്താൽ ഒരാഴ്ചക്കകം പാസ്പോർട്ട് അയക്കും. കാരണം അയാൾ പറയുന്നത് എനിക്ക് ഇയാളെ അറിയാൻ നല്ലവനാണ് പറഞ്ഞ എഴുതുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് പാസ്പോർട്ട് കിട്ടിക്കഴിയുമ്പം പിന്നെ വെരിഫിക്കേഷൻ വരും. അത് പോലീസുകാർ പോയി എന്ന് തിരക്കും. കാരണം ചുക്ലിയുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്കും പാസ്പോർട്ട് കിട്ടി. അത് കഴിഞ്ഞ് ഒരു ദിവസം ഞങ്ങൾ ജോലിക്ക് പോയിട്ട് വരുമ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട്, പോലീസുകാർ ഇവിടെ വന്ന് നിങ്ങളെ തിരക്കി, നിങ്ങൾ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ നാളെ പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളേക്കും പോയില്ല. അപ്പം ഇതിൻ്റെ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫരീദാബാദിലെ പിന്നെ ഞങ്ങളുടെ ഓഫീസ് ഒരു വലിയ ഓഫീസാണ്. അവിടുത്തെ എല്ലാവർക്കും അറിയാം. പിന്നെ എനിക്ക് അവിടുത്തെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിനെ അറിയാം. പുള്ളിയോട് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതുപോലെ ഞാൻ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, വെരിഫിക്കേഷൻ വരുമ്പോൾ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അന്നേരം അയച്ചേക്കാമെന്ന് പറഞ്ഞു. പിന്നെ തഹസീൽദാരെ പരിചയമുണ്ട്. ഇങ്ങനെ അവിടുത്തെ വലിയ വലിയ ഓഫീസേഴ്സിനെ എല്ലാം എനിക്ക് നല്ല പരിചയമാണ്. എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് മാതിരിയാണ്. കാരണം എന്നെക്കൊണ്ട് അവർക്കും ആവശ്യമുണ്ട്, അവർക്ക് എന്നെക്കൊണ്ടും ആവശ്യമുണ്ട്. ഇങ്ങനെ വരുന്നതുകൊണ്ട് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. അപ്പം വന്നു. ഞങ്ങൾ പോയില്ല. പിറ്റേ ദിവസം സന്ധ്യയായപ്പോൾ പോലീസുകാർ 2 എണ്ണം വന്നിരിക്കുന്നു. നിങ്ങളോട് പോലീസ് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞിട്ട് നിങ്ങൾ വന്നില്ല. ഞാൻ ചോദിച്ചു എന്നത്തിന് പോലീസ് സ്റ്റേഷനിൽ വരുന്നു എന്ന് ചോദിച്ചു.
പോലീസ് ഇങ്ങനെ പാസ്പോർട്ടിൻ്റെ വെരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. വെരിഫിക്കേഷൻ ഇവിടെ വന്ന് ചെയ്യണം, എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഇനി ഈ വെരിഫിക്കേഷൻ എന്നാ ചെയ്യേണ്ടത്? അതിന് പിന്നെ 2 വിറ്റ്നസ് വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് പോലീസുകാർ നമ്മളെ പേടിപ്പിച്ചു കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, വിറ്റ്നസ് ആരാ നിനക്ക് വേണ്ടിയത്? നിനക്ക് തഹസീൽദാരാണോ അതോ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അങ്ങനെയുള്ളൊരു വല്ലവരും വേണോ എന്ന് ചോദിച്ചു. ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേന് പോലീസുകാരന്മാർ താന്നു. പിന്നെയൊന്നും മിണ്ടിയില്ല. ആരെങ്കിലും 2 പേര് സൈൻ ചെയ്താൽ മതി. അങ്ങനെ സൈൻ ചെയ്തു. പിന്നെ 5 രൂപ വീതം കൊടുത്തു അല്ലേ, 5 രൂപ വീതം കൊടുത്തു വന്നല്ലേ ഇതും പറഞ്ഞു. അങ്ങനെ ആണ് പാസ്പോർട്ട് ഉണ്ടായത്. ഫരീദാബാദിൽ എനിക്ക് നല്ല പിടിയായിരുന്നു. അതായത് ഈ അവിടെയുള്ള സകല ഫാക്ടറിയിലെയും ഡയറക്ടേഴ്സ്, പിന്നെ ചീഫ് എഞ്ചിനീയേഴ്സ്, ഇങ്ങനെയുള്ളവരെയൊക്കെ അറിയാം. പിള്ളേർക്കൊക്കെ ഇഷ്ടം